ട്രേഡിംഗ് വേയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീ മാർക്കറ്റ് ഇല്ല, നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ആണ്. കാരണം ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും. അപ്പോൾ നാളത്തെ ചാർട്ട് മാത്രം നാളെ രാവിലെ വീഡിയോ ആയിട്ട് ചെയ്തിടും. നമ്മളിപ്പം പോസ്റ്റ് മാർക്കറ്റ് മാത്രമാണ് ചെയ്യുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് മാർക്കറ്റും രാവിലെ പ്രീ മാർക്കറ്റ് വീഡിയോയും ഉണ്ടായിരിക്കും. ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് ഡേ ക്യാൻഡിലില് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലെവലാണ് ഈ ഒരു ലെവല് 23,825. മാർക്കറ്റിനൊരു സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം ഈ ഒരു സപ്പോർട്ട് പ്രീവിയസ് റെസിസ്റ്റൻസ് ഇപ്പൊ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ്, ഇവിടുത്തെ ഈ ഒരു സ്ട്രെങ്ത് താഴോട്ട് വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് രാവിലെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി സ്ട്രോങ് ഒരു ക്ലോസിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇന്നത്തെ ഇൻട്രാഡേ ഒരു വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാലും മാർക്കറ്റ് ഒരു പോസിറ്റീവ് മോഡിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രാവിലെ ഒരു 500 പോയിന്റിന് മുകളിൽ ഗ്യാപ് ഡൗൺ വന്നതാണ്. അതിനുശേഷം ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഒരു റീട്രേസ്മെന്റിന് ഒരു 150-200 പോയിന്റ് മുകളിലോട്ട് തിരിച്ചു കയറാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കൃത്യമായിട്ട് നമുക്ക് വലിയൊരു അപ്പ് മൂവ്മെന്റ് തന്നു. അവസാനത്തെ ഒരു 1.5 മണിക്കൂറിൽ നല്ല സ്ട്രോങ് ബൈയിങ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് ഈ ഒരു 3 ലെവൽസ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നമ്മൾ പ്രീ മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ്. ബാക്കി ലെവൽസ് ഇന്ന് രാവിലെ മാർക്കറ്റ് കാരണം പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഗ്യാപ് ഡൗണിലോട്ടാണ് ഇന്ന് രാവിലെ മാർക്കറ്റ് പോയത്. തന്നിട്ടുണ്ടായിരുന്ന 3 ലെവൽസ് ഏകദേശം ഏറ്റവും താഴെ വരുന്ന ലെവല് 23,275, രണ്ടാമത്തെ ലെവല് 23,927, മൂന്നാമത്തെ ലെവല് 24,069-46 ലെവലായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് 24,050 വരയ്ക്കും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ലെവൽസും നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്? കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ രാവിലെ സപ്പോർട്ട് എടുത്തിട്ടാണ് കയറിയത്. ഞാൻ നമ്മുടെ 5Sന്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്യാൻഡലിന്റെ ബോട്ടത്തിൽ SL വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് നമുക്ക് 23,725 നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി 23,927 ലെവല് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ഏകദേശം 2 മണിക്കൂറോളമാണ് മാർക്കറ്റ് ഇവിടെ ഒരു റെസിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് കയറിയത്. അപ്പോൾ ഇതിൽ ഈ ലെവൽസ് മാർക്ക് ചെയ്ത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചാർട്ട് വരയ്ക്കുന്ന 2 വീഡിയോ ഉണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിവറ്റ്സ് പോയിന്റ് ആണ് മെയിനായിട്ട് ഇൻട്രാഡേ ലെവൽസിന് പിവറ്റ് പോയിന്റ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 പിവറ്റ് ചാർട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. ഒന്ന് CPR ബൈ പാലാഴി, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അതിനകത്ത് നമുക്ക് 3 പിവറ്റ് പോയിന്റുകൾ കിട്ടും. അതോടൊപ്പം തന്നെ പിവറ്റിന്റെ തന്നെ ഉഡി എന്ന് പറയുന്ന ഒരു പിവറ്റ് പോയിന്റ് കൂടെ ഉണ്ട്. അതാണ് ഈ 3 ലെവൽസ് എന്ന് പറയുന്നത്. ഞാൻ സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതാ ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ S1 നിന്നാണ് മാർക്കറ്റ് ഇന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയത്. ഈ ഒരു ലെവല് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വന്ന് കൃത്യമായിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി 725 ആയിരുന്നു സപ്പോർട്ട് കിട്ടിയിരുന്നത്. ഞാനിപ്പം ഈ ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ. 9:15 കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലെവൽസ് മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അഥവാ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ലെവൽസ് മാർക്ക് ചെയ്യുക. ഇൻഡിക്കേറ്റർ പിവറ്റ് ഉഡിയാണ് ഇത് വരുന്നത്. ഈ ലെവൽസ് 9:15 കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇട്ട് നോക്കാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് കൃത്യമായിട്ട്. അപ്പോൾ എല്ലാ ലൈൻസും വർക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ലൈൻസും വർക്കാവില്ല. മാർക്കറ്റ് ട്രെൻഡ് നോക്കും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സപ്പോർട്ടും നോക്കും. കൃത്യമായിട്ട് ഇത് രണ്ടും നമുക്ക് മാച്ചായിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നത്. ഏകദേശം ഇവിടെ നിന്ന് ആദ്യത്തെ വരുന്നത് 20,325,
പിന്നെ വരുന്നത് S2 25,928. അതാണ് നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരച്ചിട്ടുള്ളത്. മാർക്കറ്റ് കൃത്യമായിട്ട് ആ ഒരു ലെവലും നമുക്ക് അവിടെ നിന്നൊരു റെസ്പെക്ട് ചെയ്തു. റെസിസ്റ്റൻസ് ആയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം നമുക്ക് ഈ ഒരു ലെവൽസ് നമുക്കവിടെ റെസ്പെക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ കയറിയിട്ട് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 24,069, 24,046. ഞാൻ രാവിലെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,50 വരയ്ക്കും മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റിന് കയറാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ നമുക്ക് 3 മണിയായപ്പോഴത്തേക്കും അവിടെ നിന്നൊരു റെസിസ്റ്റന്റ് കിട്ടിയിട്ട് താഴോട്ട് മാർക്കറ്റ് വന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പിൽ മാർക്കറ്റ് സമയത്ത് ലൈവ് മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്ന 3 ലെവൽസ് വരയ്ക്കാനുള്ള കാരണങ്ങൾ ഇതാണ്. ഇതിൽ വേറെ ഒരു മാജിക്കും ഇല്ല. എല്ലാം നമുക്ക് ചാർട്ടിനകത്തുള്ള സാധനങ്ങൾ തന്നെയാണ്. ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ഇരുന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ലെവൽസ് വരുന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മളിന്ന് ഗ്രൂപ്പിനകത്ത് 2 ട്രേഡ് സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്യൂച്ചർ ചാർട്ടിലാണ് ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് 23,822 അവിടെ വെച്ച് നമ്മളിവിടെ നിന്ന് ബൈയിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തരുന്നതെല്ലാം ഹെഡ്ജിങ് ട്രേഡ് സെറ്റപ്പാണ്. ഇവിടെ നിന്ന് ഏകദേശം 23,822 ബൈയിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്യൂച്ചറിന്റെ ടാർഗറ്റ് വരുന്നത് 23,964. എങ്കിലും 100 പോയിന്റ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് 100 പോയിന്റ് ടാർഗറ്റ് എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലെവൽസ് ഇനി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും രണ്ടാമത്തെ നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് ഏകദേശം 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നിട്ടുണ്ടായിരുന്നു. പലർക്കും സംശയം, മാർക്കറ്റ് ആ സമയത്തൊരു സപ്പോർട്ട് ബ്രേക്ക് നിൽക്കുകയായിരുന്നു, എന്തുകൊണ്ട് അവിടെ നിന്ന് ഈ ഒരു ട്രേഡ് സെറ്റപ്പ് ഗ്രൂപ്പിലിട്ടു എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിലും നമ്മൾ കൃത്യമായിട്ട് ഇത് തന്നെയാണ്, പിവറ്റ് പോയിന്റുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്യൂച്ചറിന്റെ ചാർട്ടിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിവറ്റ് കൃത്യമായിട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫ്യൂച്ചർ ചാർട്ടിലും ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫ്യൂച്ചറിലും ഇൻഡെക്സിലും, നിഫ്റ്റിയുടെ ഇൻഡെക്സിലും ഫ്യൂച്ചറിലും സെയിം ഏരിയയിലാണ് സപ്പോർട്ട് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് കൃത്യമായിട്ട് കോൺഫിഡൻറ്റോടുകൂടി ട്രേഡ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് രണ്ടിടത്തും ഇൻഡെക്സിലും ഫ്യൂച്ചേഴ്സിലും അറ്റ് ദ ടൈം ഒരേ ലെവലിൽ സപ്പോർട്ട് വന്നതുകൊണ്ടാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ രണ്ടാമത് ഇവിടെ ഒരു റീടെസ്റ്റിന് വന്ന സമയത്ത് അവിടെ RSI ഡിവർജൻസ് അനുസരിച്ച് അവിടെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെന്റം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ കോൺഫിഡൻറ്റോടുകൂടി ട്രേഡ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഫ്യൂച്ചർ ഓപ്ഷൻസ് ഹെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. 23,400 PE 112 ഹെഡ്ജ് ചെയ്തത്. നമുക്ക് ഫ്യൂച്ചറിന്റെ ടാർഗറ്റ് 100 പോയിന്റ് ഫ്യൂച്ചറിൽ ടാർഗറ്റ് വന്ന സമയത്ത് 20 പോയിന്റ് മാത്രമാണ് 23,400 നമുക്ക് ലോസ് വന്നത്. അപ്പം 80 പോയിന്റ് അവിടെ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രേഡ് സെറ്റപ്പ് വരുന്നത് 2 മണിക്കാണ് നമ്മൾ ഗ്രൂപ്പിൽ ഇതിടുന്നത്. നിഫ്റ്റി ഫ്യൂച്ചർ 23,960 ബൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനൊപ്പം തന്നെ സെൻസെക്സ് 76,000 PE 680. അപ്പം പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് സെൻസെക്സ് ഹെഡ്ജ് ചെയ്യാനുള്ള കാരണം. ഒന്ന്, ഇപ്പോഴത്തെ വിക്സ് അനുസരിച്ച് വിക്സ് ഏകദേശം 26-നടുത്ത് വിക്സ് നിൽക്കുകയാണ്. ഹൈ പ്രീമിയം ആണ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പം DK വന്ന് മാർക്കറ്റ് മൂവ്മെന്റ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വലിയ DK വരും, ടൈം DK വരും, പെട്ടെന്ന് പ്രീമിയം മെൽറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സെൻസെക്സ് വ്യാഴാഴ്ചയാണ് എക്സ്പയറി. അതുകൊണ്ടാണ് സെൻസെക്സ് നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ള കാരണം. എപ്പോഴും നമ്മൾ അവസരത്തിനൊത്ത് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചില സമയത്ത് നമ്മൾ സെല്ല് ചെയ്യും ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ഇപ്പം നിഫ്റ്റിയുടെ പ്രീമിയം ഒക്കെ നോർമൽ ആയിരുന്നുവെങ്കിൽ ഒരു 13 താഴേക്കാണ് വിക്സ് നിന്നിരുന്നെങ്കിൽ നമുക്കൊരു നോർമൽ പ്രൈസിൽ നിഫ്റ്റിയൊക്കെ ഹെഡ്ജ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ അടുത്ത മണി തന്നെ ഏകദേശം 200 രൂപ അടുപ്പിച്ചിട്ടാണ് പ്രീമിയം വരുന്നത്. നാളെ എക്സ്പയറി ആണ്, എന്നിട്ട് പോലും ഇന്ന് 200 രൂപയാണ്
ദ മണി പ്രീമിയം വരുന്നത്. അത് സെല്ലേഴ്സിന് നാളെ വളരെയധികം ഗുണം ചെയ്യും. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗണൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഒക്കെ നല്ല രീതിയിൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൻസെക്സ് PE വെച്ച് ഹെഡ്ജ് ചെയ്യാനുള്ള കാരണം അതാണ്. നിഫ്റ്റിയുടെ പ്രീമിയം ഹൈ പ്രീമിയം ആയതുകൊണ്ടാണ് സെൻസെക്സിലോട്ട് പോയത്. അപ്പോൾ സെൻസെക്സ് ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇവിടെ ചിലരൊക്കെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷമാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടി താഴെ പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ട്രേഡ് സെറ്റപ്പ് ഗ്രൂപ്പിലിടുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ 23,960 60-ലല്ല 23,962 പിവറ്റ് പോയിന്റ് ഉണ്ട്. S2 വരുന്നുണ്ട്. S2വിന്റെ ഒരു സപ്പോർട്ട് ഇവിടെയാണ്. അവിടെ 2 പ്രാവശ്യം ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്ന് 200 പോയിന്റ് ആണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് 24,060, രണ്ടാമത്തെ ടാർഗറ്റ് 24,159, 24,160 2 ടാർഗറ്റ് ഫ്യൂച്ചർ ചാർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വിക്സ് ഹൈ ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് ഹെഡ്ജ് ചെയ്ത നിഫ്റ്റി സെൻസെക്സിന്റെ 76,000 Pയിൽ വലിയ രീതിയിൽ നമുക്ക് മെൽട്ടിങ് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പേടിക്കാനൊന്നുമില്ല. വലിയ ലോസ് ഹെഡ്ജ് ചെയ്ത പൊസിഷനിലൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് ഫ്യൂച്ചറിൽ 200 പോയിന്റോളം നമുക്കവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ അവസാനത്തെ ഈ ഒരു 1.5 മണിക്കൂറിൽ ചില സെക്ടറുകൾ മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്നത്തെ ഡെയിലിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സെക്ടേഴ്സും നെഗറ്റീവ് ആയിരുന്നു. നിഫ്റ്റി IT മാത്രമാണ് ചെറിയൊരു പോസിറ്റീവായിട്ട് നിന്നത്. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് തന്നെയാണ്. ഏകദേശം 0.08%-ലാണ് നിഫ്റ്റി നിന്നത്. ബാക്കിയെല്ലാം നിഫ്റ്റി ഡിഫൻസ് സെക്ടർ നോക്കിയാലും എല്ലാം നിഫ്റ്റി ഇൻഫ്ര ഏകദേശം 1.53% നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തത്. ഇന്നത്തെ ഇൻട്രാഡേ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് ആണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്തത്. -3.05 ആണ്. നിഫ്റ്റി FMCG നോക്കുകയാണെന്നുണ്ടെങ്കിൽ -1.56, നിഫ്റ്റി കൺസ്യൂമർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -2.81. നിഫ്റ്റി IT പോസിറ്റീവ് ആയിരുന്നു, 0.08% ചെറിയൊരു പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി ആട്ടോ നെഗറ്റീവ് -4.10%. നിഫ്റ്റി മെറ്റല് നെഗറ്റീവ് -2.60%. നിഫ്റ്റി ഫാർമ -0.16%. നിഫ്റ്റി ഹെൽത്ത് കെയർ -0.13%. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് -2.37%. നിഫ്റ്റി റിയാലിറ്റി -1.24%. നിഫ്റ്റി മീഡിയ -1.69%. നിഫ്റ്റി ഇൻഡെക്സ് ടൂറിസം -2.78%. ഇതെല്ലാ സെക്ടറും നിഫ്റ്റി IT ഒരു ഫ്ലാറ്റ് ആയതൊഴികെ ബാക്കി എല്ലാ സെക്ടറും ഇന്നത്തെ ഇൻട്രാഡേ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 മണിക്കൂറിലോട്ട് നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചില സെക്ടറുകൾ പോസിറ്റീവായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഡിഫൻസ് ഞാൻ രാവിലെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് മിക്കവാറും നിഫ്റ്റി ഡിഫൻസ് ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കാൻ സാധ്യത ഉണ്ടെന്ന്. അവസാനത്തെ 1 മണിക്കൂറിൽ നിഫ്റ്റി ഡിഫൻസ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ടൂറിസം ഇവരൊക്കെ ഇച്ചിരി പെർഫോം ചെയ്ത് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ലാസ്റ്റ് 1 അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ലാസ്റ്റ് 1 അവറിൽ ഈ 3 സെക്ടറുകളും സ്ട്രോങ് സപ്പോർട്ട് നിഫ്റ്റിക്ക് കൊടുത്തത് കൊണ്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് കയറാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാർട്ട് ഏകദേശം 2.43% അപ്പായിട്ടുണ്ട്. MCX ഏകദേശം 1.81ഉം. റിലയൻസ് ഒക്കെ അവസാനം നല്ല സപ്പോർട്ട് നിഫ്റ്റിക്ക് കൊടുത്തു, 1.13%. BSE 1.11%. ആരോ ഫാർമ 0.98%. ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഏകദേശം 4.5%, 4.71% നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. ബന്ധൻ ബാങ്ക് 4.85%. അൾട്രാടെക് സിമെന്റ് 4.93%. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ഏകദേശം 5 പോയിന്റ്. ഏറ്റവും കൂടുതൽ
ലോസ് വന്നിരിക്കുന്നത് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലാണ്. 136 പോയിന്റ് ആണ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയും 4.90%. ബാങ്കിങ് സെക്ടറാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇടിവ് വന്നിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ടോപ്പ് ലോസേഴ്സിൽ വരുന്നത്. ടോപ്പ് ഗെയിനേഴ്സിൽ 5 കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് മാർക്കറ്റ് ഇന്ന് അവസാനത്തെ 1 മണിക്കൂറിൽ തിരിച്ച് കയറാനുള്ള കാരണങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് മാർക്കറ്റിന്റെ, കാരണം ഡേറ്റ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ നാളത്തെ ട്രെൻഡ് അറിയാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റിന്റെ ട്രെൻഡും പിന്നെ ഡേറ്റ അനാലിസിസും നാളത്തെ ഇൻട്രാഡേ ലെവൽസും കൂടെ നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് വീഡിയോ ഉണ്ടാവും, അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.